ജൂലൈ 24 ടയറിലെ രക്തസാക്ഷിയായ ക്രിസ്റ്റീന. 3-ാം നൂറ്റാണ്ടിലാണ് രക്തസാക്ഷിയായ ക്രിസ്റ്റീന ജീവിച്ചിരുന്നത്. അവളുടെ പിതാവ് ടയറിൻ്റെ ഗവർണറായിരുന്നു. ക്രിസ്റ്റീനയുടെ പിതാവ് തൻ്റെ മകൾ ഒരു വിജാതീയ പുരോഹിതയാവണമെന്ന് വിഭാവനം ചെയ്തു. ഒരു പ്രത്യേക വാസസ്ഥലത്ത് പാർപ്പിച്ചു. വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവരുടെ മുമ്പിൽ ധൂപം കാട്ടാൻ മകളോട് ആജ്ഞാപിച്ചു. അവളുടെ ഏകാന്തതയിൽ ഈ മനോഹരമായ ലോകം ആരാണ് സൃഷ്ടിച്ചതെന്ന് ക്രിസ്റ്റീന ചിന്തിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്ത തൻ്റെ മുറിയിലെ ശബ്ദരഹിതവും നിർജ്ജീവമായ വിഗ്രഹങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവൾ ഏകദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ ആത്മാവ് അജ്ഞാത ദൈവത്തോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചു. അവൾ അവളുടെ പ്രാർത്ഥനയെ കൂടുതൽ തീവ്രമാക്കുകയും ഉപവാസത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒരിക്കൽ അവളെ ഒരു മാലാഖ സന്ദർശിച്ചു. ലോകരക്ഷകനായ ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് അവളെ ഉപദേശിച്ചു. ദൂതൻ അവളെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെന്ന് വിളിക്കുകയും ഭാവി കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയുകയും ചെയ്തു. അവൾ വിഗ്രഹങ്ങളെല്ലാം തല്ലി തകർത്തു. വേലക്കാരിൽ നിന്ന് സത്യമറിഞ്ഞ പിതാവ് അവളെ ഉപദ്രവിച്ചു. ഇരുമ്പ് ചക്രത്തിൽ കെട്ടി അതിനടിയിൽ തീയിട്ടു. ശരീരം കത്തിക്കരിഞ്ഞെങ്കിലും ജയിലിലടച്ച അവളുടെ മുറിവുകൾ ദേവദൂതൻ വന്ന് സുഖപ്പെടുത്തുകയും ഭക്ഷണം കൊടുത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇത് കണ്ട പിതാവ് കടലിൽ മുക്കിക്കൊല്ലാൻ ആജ്ഞാപിച്ചു. ഒരു മാലാഖ വിശുദ്ധയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ആ ഭീതിയിൽ പിതാവ് അന്ന് രാത്രി മരിച്ചു. പിന്നീട് വന്ന ഗവർണർമാരും അവളെ വിശ്വാസത്തിൻ്റെ പേരിൽ ഉപദ്രവിച്ചു. പുതിയ ഗവർണർ ജൂലിയൻ ചൂടുള്ള ചൂളയിലേക്ക് എറിയുവാനും അവിടെ പൂട്ടാനും ഉത്തരവിട്ടു. 5 ദിവസത്തിന് ശേഷം അവർ ചൂള തുറന്നപ്പോൾ ജീവനോടെയും പരുക്കേൽക്കാതെയും ക്രിസ്റ്റീനയെ കണ്ടെത്തി. ഈ അത്ഭുതം കണ്ട് പലരും രക്ഷകനായ ക്രിസ്തുവിൽ വിശ്വസിച്ചു. പീഡനക്കാർ വിശുദ്ധ ക്രിസ്റ്റീനയെ വാളുകൊണ്ട് വധിച്ചു.